ഇത് നേരെ ചൊവ്വേ നടത്തിയില്ലെങ്കിൽ തുടങ്ങിയ ആരാണോ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ കേസസ് ആയിരിക്കും. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ നടത്തുമ്പോൾ അതിനകത്തും പ്രശ്നക്കാരെ വന്നു ചേരും. അപ്പോൾ അവരെ അപ്പം തന്നെ ഒഴിവാക്കാനുള്ള പ്രൊവിഷൻ അതിൽ വേണം. നമ്മളൊരു കാര്യം ചെയ്യാൻ എളുപ്പമാണ് ചെയ്തിട്ട് അതിനകത്തോടെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കേരള ടൂറിസത്തിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്പോ പോലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ആ ജോലിയുടെ കൂടെ 2 മണിക്കൂറെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഒരു ബിസിനസ്മാൻ ആകും. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് പ്രശസ്ത മൈൻഡ് പവർ ട്രെയിനറും നിയമജ്ഞനുമായിട്ടുള്ള ഡോക്ടർ പി വിജയൻ സാറാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, ഒരു മനസ്സുകൊണ്ട്, മനസ്സിൻ്റെ ശക്തി കൊണ്ട് ജീവിതത്തിൽ എന്തും നേടിയെടുക്കാം എന്നങ്ങ് പറഞ്ഞു. അങ്ങ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാരെ എനിക്കും അറിയാം. അങ്ങയുടെ ശിഷ്യന്മാരായിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരാണ്. ഈ അങ്ങ് അവരെ പഠിപ്പിച്ച ആ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് ഇപ്പം മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന 5 തരത്തിലുള്ള സമീപന രീതികളുണ്ട്. ഈ പുതിയ കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആ രീതികൾ ഈ പുതിയ കാലത്ത് മതിയാവും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് വരുത്തിയൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫുള്ളി എൻ്റെ ക്ലാസ്സുകളെല്ലാം AI എനേബിൾഡ് ആണ്. അപ്പോൾ സ്ലൈഡൊന്നും ഞാൻ വായിക്കേണ്ട, AI വായിച്ചോളും. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷനും എല്ലാ കാര്യത്തിനകത്ത് നമുക്ക് ഇപ്പോൾ റിസർച്ചിനും ഒക്കെ നമുക്ക് AI വളരെ പ്രയോജനപ്പെടും. ടെക്നോളജി കൂട്ടുപിടിച്ചു. പിന്നെ അതുകൂടാതെ ഈ എടുത്ത ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ എൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ഒരെണ്ണം എടുക്കണം, ദുബൈയിൽ ഒരെണ്ണം എടുക്കണം, US ഒരെണ്ണം എടുക്കണം, കാനഡയിൽ പോയി ഒരെണ്ണം എടുക്കണം. അപ്പോൾ ഈ ഈ പല ലെവലുകൾ 10-36 ട്രെയിനിങ്ങിന് ഓടി നടന്നൊരു മനുഷ്യന് ഫിസിക്കലി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനതിൽ കൊണ്ടുവന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ലേറ്റസ്റ്റ് ലേണിംഗ് മെത്തേഡ് ഭംഗിയായിട്ടത് വീഡിയോഗ്രാഫി ചെയ്ത് സ്റ്റോറി ബോർഡൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഡൽഹി ഒരു കമ്പനിയായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് അത് ലേണിങ്ങിൽ കൊടുക്കും. അപ്പോൾ ലോകത്തിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും പിന്നെ ലൈഫ് ലൈൻ ആപ്പുണ്ട്. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ 10-36 കോഴ്സുകൾ ഞാൻ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ അവരുടെ ചെവിയിൽ കേൾക്കാം, രാത്രിയോ രാവിലെയോ ഒക്കെ ആണെങ്കിൽ. പ്രത്യേകിച്ച് ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ കാറിലിട്ട് കേട്ടുകൊണ്ട് പോകാം. പ്രധാനമായും അവർക്ക് ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനകത്തില്ല, വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തിട്ട് അതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് കംപ്ലീറ്റ് അവർക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ കേൾക്കുകയും കാണുകയും ചെയ്യാം, വീഡിയോ പിന്നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു യൂണിവേഴ്സിറ്റി പോലെ ആ ഒരു രീതിയിൽ നമ്മൾ ഇറക്കിയേക്കും. അപ്പം മലയാളത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഗ്ലോബലി വീണ്ടും ഇപ്പോൾ തന്നെ ഗ്ലോബലിയാണ് റൺ ചെയ്യുന്നത്. അത് ഇതിന് വേണ്ടിയുള്ള അപ്ഡേഷൻസ് വലിയൊരു ശ്രമകരമായ കാര്യമല്ലേ? കാരണം വെച്ചാൽ ലോകത്ത് എത്രയോ വലിയ മാറ്റങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ആരംഗത്ത് ഇറങ്ങുന്ന പുസ്തകങ്ങൾ, ആരംഗത്ത് ഇറങ്ങുന്ന മറ്റു റിസർച്ചുകൾ, യൂണിവേഴ്സിറ്റി പ്രബന്ധങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഓരോ ടോപ്പിക്കിൻ്റെയും അപ്ഡേഷൻസ് വരുമ്പോൾ അവിടെ ഓരോരോ കൊച്ചു കൊച്ചു മോഡ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കും. അത് ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരാൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന അത്ര വലുതല്ലേ? അല്ല, അത് ശരിയാണ്. അതെങ്ങനെയാ സ്മാർട്ടായിട്ട്? ഇപ്പം എൻ്റെ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരാൾ വായിച്ചെടുക്കണമെങ്കിൽ തന്നെ മിനിമം ഒരു 3 വർഷം എടുക്കും വായിച്ചു തീരാൻ തന്നെ. 43 പുസ്തകം, 42 പുസ്തകം. അതിനിപ്പോൾ ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഈ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു റിസർച്ച് സ്കോളർ ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നതിൽ കൂടുതൽ ഒരു മലയാളി, എനിക്കറിയാവുന്ന മലയാളി ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ ഏത് കോണിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അവിടുത്തെ പൊളിറ്റിക്സ് പറയും. അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാത്രമല്ല, അവിടുത്തെ സാമ്പത്തിക രംഗത്തുള്ള ഇഷ്യൂസ് പറയും, അവിടുത്തെ കലാപത്തെക്കുറിച്ച് പറയും, എല്ലാം പറയും. ഇന്നലെ വായിച്ച പോലെ. ഞാൻ ചോദിക്കുന്നത്, ഈ അപ്ഡേഷൻ എങ്ങനെ സാധ്യമാണ്? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിവിൽ സർവീസ് കാൻഡിഡേറ്റ് ആയിട്ട് ഏതാണ്ട് 35 വർഷം മുമ്പ് ചെയ്യുമ്പോൾ മുതലേ, അപ്പോൾ അന്നൊക്കെ പഠിച്ചു വന്നവർ അതിൻ്റെ മുകളിലോട്ടാണ് പിന്നെ പഠിക്കുന്നതല്ല, ടോപ്പപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പം ലോകത്തിലെ മിക്കവാറും രാജ്യത്തെക്കുറിച്ചൊക്കെ തന്നെയല്ല, ഏതാണ്ട് 68 രാജ്യങ്ങൾ ഞാൻ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നേരിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നതുപോലെ വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. കൂടുതൽ ആൾക്കാർക്കും എവിടെ ഇരുന്നാലും ഇപ്പം ഇപ്പം ഒരു വലിയ സാധ്യത എന്താണെന്നറിയാം, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിൽ നല്ലൊരു ഭാഗം ആൾക്കാർ ഇന്ത്യക്ക് പുറത്ത് പോയി. ഇപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിൽ ശരി, ഓരോ നാട് വെച്ചിട്ട് ഓണമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങമാസം മുതൽ നെക്സ്റ്റ് ഡിസംബർ വരെ ഇങ്ങനെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആ മനുഷ്യൻ തമ്മിലുള്ള അടുപ്പവും സൗഹൃദ ബന്ധവും എല്ലാം ഈ പുറത്ത് ഭയങ്കര കൂടുതലാണ്. ക്രീമായിട്ടുള്ള ഒത്തിരി പേര് ഇപ്പോൾ ഓൾറെഡി പുറത്ത് പോയി കഴിഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു ദുഃഖകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടുതൽ സാലറീഡാണ്. ഓക്കെ, അതിലൊത്തിരി പേര് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉടനെ കാനഡയ്ക്ക് പോകാനായിട്ടും ഒക്കെ ഡേറ്റ് എടുക്കുന്നുണ്ട്. US ഉണ്ട്, UK ഉണ്ട്. അപ്പോൾ അവിടെയുള്ള മലയാളികളെ
അവർക്ക് ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ആ ജോലിയുടെ കൂടെ 2 മണിക്കൂറെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഒരു ബിസിനസ്മാൻ ആಗಿ മാറാൻ ഉം. പറ്റും. എന്നാണോ അവരവരുടെ ശമ്പളത്തിൻ്റെ ഒരു 4 ഇരട്ടിയെങ്കിലും ഒരു ബിസിനസ്സിൽ നിന്ന് വരുമാനമാകുന്നു ആ സമയത്ത് ജോലി വിടാം. അപ്പോൾ അവരെ അങ്ങനെ എംപവർ ചെയ്തുകൊണ്ട് അവരെ സംരംഭകരാക്കി മാറ്റിക്കൊണ്ട് മാറ്റുന്നവരെ അല്ലെ കെട്ടിപ്പടുത്തോണ്ടിരിക്കുകയാണ്. പ്രവാസികളുടെ ഇടയിൽ വലിയൊരു സാധാരണ പ്രവാസി അവിടെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കണം. ഏണിങ് ടെക്നോളജി കൊണ്ട് അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് പഠിക്കാം. അതെ. ഈയിടെ ഞാൻ ചൈനയിൽ കഴിഞ്ഞ മാസം പോയപ്പോൾ അവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഓ. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ടീമിന് അവിടെ സാധനങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇൻവോൾവ് ചെയ്തൊരു കമ്പനിയാണ്. അവർ കൃത്യമായിട്ട് പോയി നോക്കി സംഭവം എത്തിച്ചോളും. ഇവരവിടെ പോവുക പോലും വേണ്ട. അപ്പോൾ എന്തെല്ലാം അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തും കൺസ്ട്രക്ഷൻ ഒരുപിടി സാധനങ്ങളൊക്കെയാണ് കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ മനസ്സുകൊണ്ട് വലിയ വിജയം ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ച തീർച്ചയായിട്ടും ഡോക്ടറെ പഠിപ്പിക്കാൻ ഈ മൈൻഡ് പവർ പഠിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ചെയ്തിട്ട് മില്യൺസ് ഉണ്ടാക്കിയ ശേഷമാണ് ഈ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഈ രംഗത്തേക്ക് വന്ന് ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ 1000 കോടിക്ക് മുകളിൽ സമ്പാദിക്കുന്ന ആളുകളെ ഉണ്ടാക്കിയപ്പോൾ അങ്ങ് എന്ത് സമ്പാദിച്ചു? അങ്ങയുടെ പ്രോജക്ട്സ് എന്താണ് ഇപ്പോൾ ഓൺഗോയിങ്? ഞാൻ ഓൾറെഡി തന്നെ ഈ പറഞ്ഞ 100 കോടി കഴിഞ്ഞുള്ള ആൾക്കാരിൽ ഒരാളാണ്, സംശയമൊന്നുമില്ല. ഇത് കൂടാതെ ഞാനിപ്പോൾ ചെയ്തത് കാലിക്കറ്റ് സിറ്റിക്കകത്ത് തന്നെ, ഹാർട്ട് ഓഫ് ദി സിറ്റി തന്നെ ഒരു 22 ഏക്കർ സ്ഥലം എടുത്തിട്ട് അത് എൻ്റെ സ്റ്റുഡൻസ് മാത്രമുള്ള, വേറെ പുറത്തുനിന്ന് ആരുമില്ല, സ്റ്റുഡൻസ് മാത്രം. ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട് അതിന്റെ തുടക്ക സമയത്ത്. അപ്പോൾ അതിനകത്ത് പിന്നെ വളരെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ, കേരളത്തിലെ നമ്പർ 1 5 സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പ്ലാനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ഈ ഡിസൈനും ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുക. കുറേ ടൈം എടുക്കും, ഒറ്റ ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ട് തീരുന്ന സാധനമല്ല. 5 സ്റ്റാർ ഹോട്ടൽ, പിന്നെ അതിനോട് ചേരെ ഒരു 4 ഏക്കർ വരുന്നൊരു റിസോർട്ട്, 115 വില്ലാസ്, പിന്നെ ഒരു ഫ്ലാറ്റൊക്കെ ഇപ്പം നമ്മൾ ററയൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശിഷ്യന്മാർ മാത്രമാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു 66 ശിഷ്യന്മാർ കൂടി. എനിക്കും പരിചയമുള്ള പലരും അതിനകത്തുണ്ട്. അതെ. എത്ര വാല്യൂ ഉള്ള പ്രോജക്റ്റ് ആണിത്? ആ പ്രോജക്റ്റ് ഇനിയും വരുന്നത് കുറച്ചുകൂടി ഒത്തിരി വരാനുണ്ട്. ഇപ്പോൾ വന്നത് കൂടാതെ ഏതാണ്ടൊരു നമുക്ക് ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന 2000 കോടിയുടെ വികസനമാണ് ഫ്യൂച്ചറിൽ. അപ്പൊ അങ്ങനെ പഠിപ്പിച്ച കാര്യം തന്നെ ഞാനിവിടെ കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനിയും അതിനകത്ത് വേറെ നമുക്കൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വരാറുണ്ട്. നിങ്ങളുടെ ഏരിയ ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യാണ്. അതെ, സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും കോഴിക്കോട്ടുള്ളവർക്ക് പലർക്കും അറിയില്ല. ഇപ്പൊ അറിയാൻ പോകുന്നു. ഇതിനകത്താണ് ഒരു സീനിയർ സിറ്റിസൺസിനുള്ള ഒരു സ്ഥലം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ സെപ്പറേറ്റ് ആണ്. അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ്? സീനിയർ സിറ്റിസൺസിന് അപ്പോൾ ഈ അവർക്ക് നേരത്തെ തന്നെ അത് ചേർന്ന് നിൽക്കാം, ഷെയർ ഹോൾഡറായിട്ട് അവർക്ക് വന്ന് നിൽക്കാം. അത് കഴിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കോട്ടേജുകളും എല്ലാം തീർന്ന്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലും എല്ലാം തീർന്ന്, പ്രായം അനുസരിച്ച് അവർക്കൊന്ന് താമസിക്കാം. മക്കളുടെ അടുത്ത് പോകാം. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ലാഭം വേറെ ആൾക്കാർക്ക് പാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലാഭം ഇവരുടെ അക്കൗണ്ടിൽ വീണുകൊണ്ടിരിക്കും. അവരവധി എങ്ങനെയാണ് അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? NRIസിന് വേണ്ടിയിട്ടാണോ? ഇതിപ്പം പിന്നെ NRIs എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും റോബിനും ഒക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞാലേ ചെറിയ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെ ആശ്രയിക്കാൻ പറ്റത്തില്ല. അവരെല്ലാം നല്ല തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ നല്ല ഏണിംഗ് ഒക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടൊരു പാസീവ് ഇൻകം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അടുത്തൊരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു 10-200 ഏക്കർ 2-3 സ്ഥലത്തായിട്ട് എടുത്തിട്ട്, അപ്പോൾ ഈ വടക്കൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ചന്ദന കൃഷി. ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു. ചന്ദനത്തിൻ്റെ ഒരു മൂട് ചന്ദനം 20 വർഷം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടാം. ഒരേക്കറിൽ ഏതാണ്ട് 400 എണ്ണം വരെ പോകും. എല്ലാ മണ്ണിലും അത് ഉണ്ടാവില്ലല്ലേ? അല്ല, വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വയനാട് പോലൊക്കെയുള്ള സ്ഥലത്തൊക്കെയാണ്. കാലിക്കട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് ഇഷ്ടംപോലെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. നല്ല തൈകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു 20 വർഷം കൊണ്ട് ഒരു ചെടി 10 ലക്ഷം. അപ്പോൾ ഒരു 400 ചെടി വരെ ഒരു ഏക്കറിൽ വെക്കാം. ദാറ്റ് മീൻസ് ഒരു 40 crores ആണ്. അതൊരു വലിയ എമൗണ്ട് ആയിട്ട് പറയണ്ട. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇതിൽ കേട് വരാം, ഫംഗസ് വരാം, നമ്മൾ ഉദ്ദേശിച്ച പോലെ വളർന്നു വരാം, ഒടിഞ്ഞു പോവാം. ഒരു 10 CR വരെ പ്രതീക്ഷിച്ചാൽ മതി. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവാം. പക്ഷെ അതിനിപ്പോൾ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 സെൻറ്റ് വരുന്ന ഈ അബ്രോഡൊക്കെ ഉള്ള ശിഷ്യന്മാർക്കൊക്കെ വേണ്ടി. കാരണം അവർ 65-70 വയസ്സാകും വന്നേ വെക്കുമല്ലോ. പക്ഷെ അവർക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാം.
പ്ലാൻ ചെയ്തിട്ടൊരു പിന്നെ 20 സെൻറ്റ് 20 സെൻറ്റ് ഇതൊന്നും എടുത്തില്ല, സ്ഥലമൊന്നും എടുത്തില്ല. സ്വപ്നം പറയുക. സ്വപ്നം പറയുന്നതിന് ടാക്സ് ഇല്ലല്ലോ. അല്ല എനിക്കത് പറ്റും അതിനേക്കാൾ സ്വപ്നം പറയുന്നതിന് ടാക്സ് ഇല്ല. അപ്പോൾ ഒരു 10, 200 ഏക്കർ എടുത്തിട്ട് അപ്പോൾ അവിടെ എല്ലാം 20 സെൻറ്റ് 20 സെൻറ്റ് വരുന്ന ഫാം ഹൗസ്, നല്ല ഉഗ്രൻ കോട്ടേജും നിർമ്മിച്ച് ബീച്ച് തൈ വളർത്തി എന്നിട്ട് ഇതിനെ വളർത്തുക. ചന്ദനം മുഴക്കുന്ന പക്ഷേ ഇതിന് ചുറ്റും ആർമിയൊക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായ ഉയരത്തിൽ 15 അടി ഉയരത്തിൽ ചെയിൻ ലിങ്ക് ഫെൻസ് ചെയ്യണം, ആർക്കും കയറാൻ പറ്റാതെ. ഇതിൽ വളരെ കൊടൈക്കനാലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഉണ്ട്. വെരി ഗുഡ്. ഞാനവിടെ പോയിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ ചന്ദ്രൻ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ അവിടെ അവർ കോട്ടേജസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മലയാണ്, ആ മലയിൽ ഇങ്ങനെ താഴത്തൊരു തടാകമൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അവിടെ പോയി കണ്ടത് ചില സാധനങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അത് ഞാൻ ഒടിഞ്ഞു പോകും. അതുപോലെ അതിന് നമ്മൾ വേറെ പോസ്റ്റ് കെട്ടി വെച്ച് കൊടുത്തു. ആ പോസ്റ്റ് കൂടെ കെട്ടി വെച്ചിട്ട് തലയിൽ ചന്ദനം ഒരു പാരസൈറ്റാണ്. അതിന് കൂടുതൽ വേറെ സാധനം അതിൻ്റെ കൂടെ നമ്മൾ ചീമക്കൊന്ന പോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഊറ്റിയാണ് ഇവൻ വളമിടുമ്പോൾ അതിനാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതനുസരിച്ച് ഇവൻ പെട്ടെന്ന് കയറി വരും. നമ്മളൊരു 20 വർഷം കൊണ്ട് കർണാടക ഫോറസ്ട്രിയിൽപ്പെട്ട ആൾക്കാരെ അവരെ നമ്മൾ റിസർച്ചസിനൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അവരൊക്കെ ചേർന്ന റിസർച്ചോട് കൂടിയാണ്. പിന്നെ രോഗങ്ങൾ വരാം, ഫംഗസ് പോലുള്ളത് വരാം. അപ്പം ആ കാര്യങ്ങളെല്ലാം ഇപ്പം ചെറിയ തോതിൽ നടത്താൻ പറ്റില്ല. അവിടെ ഇവിടെ കോട്ടേജ് കെട്ടിക്കൊണ്ട് നടക്കത്തില്ല. ഇത് വൻതോതിലാണ്. പക്ഷേ ഒരാൾക്ക് 20 സെൻറ്റ് മതി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ അയാൾക്ക് കിട്ടുവാണെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പോരുമ്പോഴത്തേക്കും അയാൾക്ക് ഇതിൻ്റെ ലാഭം കൊണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കരുത്. 96 വലിയൊരു തുകയ്ക്ക് അതെ 96 98 വയസ്സ് വരെ. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഒരു കമ്പനി ട്രസ്റ്റും കൂടെ ചേർന്ന് വേണം ചെയ്യാനായിട്ട്. അതിനകത്തൊരു ട്രസ്റ്റ് കൂടെ. ട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റിൻ്റെ കമ്പനി ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒത്തിരി പേർക്ക് അറിയാം. LLPക്കകത്തൊന്നും പോയി വീഴരുത്. ഈ കമ്പനി നിയമപ്രകാരം നമ്മളിങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, നമ്മളില്ലാത്തൊരു കാലം വന്നു ആ കമ്പനിക്കകത്തൊരു കള്ളക്കണക്ക് കാണിച്ചു കഴിഞ്ഞാൽ 10 വർഷം ജയിലാണ്. ട്രസ്റ്റിനകത്താണോ? അല്ല, കമ്പനി. മൈൻഡ് പവർ പിന്നെ മാനേജ്മെന്റിലേക്കാണ്, കമ്പനിക്കകത്തൊരു നമ്മൾ കള്ളക്കണക്ക് കാണിക്കുകയോ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കുകയോ ചെയ്യുവാണെങ്കിൽ 10 വർഷം വരെ തടവ് കിട്ടും. അതുകൊണ്ട് ആരും ഡെയർ ചെയ്യത്തില്ല. ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പല ആൾക്കാർ ഇത് അറിയുന്നില്ല, ഉപയോഗിക്കുന്നില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ വളരെ സേഫാണ്. അപ്പോൾ ഗവൺമെൻറ് എന്നും കൺട്രോളുണ്ട്. നമ്മൾ അതിന് പൈസ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തത് എല്ലാവരും വരെ LLPയിലേക്ക് നിർത്തും. LLP ആണെങ്കിൽ പ്രശ്നമൊന്നും അതെ തട്ടിപ്പിൻ്റെ കേസ് വരെ വരത്തുള്ളൂ. പിന്നെ അതുകൂടാതെ ട്രസ്റ്റ് വരുമ്പം ഈ ട്രസ്റ്റീസ് പബ്ലിക് ഫിഗറൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ട്രസ്റ്റ് വരുന്നത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണ്. ട്രസ്റ്റീസ് എന്തെങ്കിലും തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റിനെ ബാധിക്കുകയും അവരെയല്ല ഈ ട്രസ്റ്റ് അവരെയാ ബാധിക്കുന്നത്, ട്രസ്റ്റീസിനെ. അപ്പോൾ ഇതൊരു സ്ഥിരത വേണം. കാരണം ഈ 20 വർഷം കഴിഞ്ഞ് കിട്ടുന്നതല്ലേ. ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യമാണ്, നമുക്കറിയത്തില്ലാത്തൊരു കമ്പനി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോയി 20 വർഷം കഴിയുമ്പോൾ ഈ കമ്പനി തന്നെ പാപ്പരായി പോയാലോ. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനി എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥത സ്ഥിരപ്പെടുത്തണം. നമ്മളൊരു കാര്യം ചെയ്യാൻ എളുപ്പമാണ് ചെയ്തിട്ട് അതിനകത്തോടെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അത് വരുമ്പോഴത്തേക്കും ഈ ഗവൺമെൻറ് ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ഞാൻ കോഴിക്കോട് തുടങ്ങിയതിനകത്ത് തന്നെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചൊരു സംഭവമാണ്. ആക്ച്വലി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ അവിടെ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളൂ. ഈ ററയൊക്കെ ബാധകമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക്കിന് പരസ്യം ചെയ്ത് വിറ്റാൽ മാത്രമേ ഇറക്കി ജൂറിസ്ഡിക്ഷൻ. അല്ല അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളൂ. വില്ലാസ് കൊടുത്തേ സ്ഥലം കൊടുത്തു. ററയുടെ നിയമം ആവശ്യമില്ല, ബാധകമല്ല. പക്ഷേ ററ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അതിപ്പോൾ നമ്മൾ ഹൈക്കോടതി പോയിക്കുക. ഈ കോഴിക്കോട് മാത്രമേ ഇതുള്ളൂ, അത് വേറെ നമുക്ക് ഒത്തിരി പഠിപ്പീരാണല്ലോ എൻ്റെ പ്രധാന ജോലി. ഞാനെപ്പോഴും നിരന്തരമായി ഡോക്ടറോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഡോക്ടർ ബിസിനസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, ആവശ്യമാണ്. പഠിപ്പിക്കുന്ന കാര്യം ജീവിതത്തിൽ ചെയ്ത് കാണിക്കുന്നത് ഒരു ഗുരുവിൻ്റെ ലക്ഷണമാണ്. മറ്റോ ബ്രീച്ചിങ് മാത്രമായി പോകുന്നു. അതെ. പക്ഷേ ഡോക്ടർ ശക്തമായിട്ട്, ഡോക്ടറുടെ പല ശിഷ്യന്മാരും പ്രഗത്ഭരായിട്ട് ശിഷ്യന്മാരൊക്കെ കംപ്ലൈൻറ്റ് പോലെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ഈ പറയുന്ന ഈ പഠിപ്പിക്കുന്ന അതിൽ നിന്ന് കുറച്ചൊന്ന് പുറകോട്ട് പോയി, കുറച്ചുകൂടെ ഡോക്ടറെ പോലെ ഒരാളെ ആവശ്യമുണ്ട് ഇവിടെ. കാര്യം അങ്ങനെ ചെയ്ത കാര്യം ചില്ലറ കാര്യമൊന്നും ആയില്ല. അല്ല, അപ്പോൾ അതൊരു കാര്യം ട്രാൻസിഷൻ. ഈ പഠിപ്പിക്കുന്ന കാര്യം എല്ലാം കിട്ടാനായിട്ട് ഇപ്പോൾ അവർക്ക് ലേണിംഗ് ഉണ്ട്. ലേണിംഗ് ഉണ്ടോ? എല്ലാ വിഷയത്തിനും പക്ഷെ അതല്ല ആഗ്രഹിക്കുന്നത്. അവർക്കൊന്ന് തുടരണം. ഒരു ഇമോഷണൽ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷനും അവർക്ക് ആവശ്യം. ഈ ലേണിംഗ് ആപ്പാണോ? അതെ. അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ വല്ലതും ഉണ്ടോ? സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ നല്ല ഫീസാണ്. അത് ലൈഫ് ലൈൻ ആണോ? ലൈഫ് ലൈൻ സെർച്ച് ചെയ്താൽ കിട്ടുമോ? ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ രണ്ടിലും ഉണ്ട്. ആൻഡ്രോയിഡിലും
വളരെ നേരത്തെ തന്നെ ആ രംഗത്തേക്ക് വരുന്ന ആ സമയത്ത് തന്നെ അത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയ ഏറ്റവും ബിഗ് ഫെയിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാം. ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് അതിൽ നിന്ന് തന്നെ പേയ്മെന്റ് കൊടുത്ത് അതിൽ നിന്ന് തന്നെ അപ്പം തന്നെ എടുത്ത് നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് ഉപയോഗിക്കാം. സബ്സ്ക്രിപ്ഷൻ ആണോ പേയ്മെന്റ് അതേ ഓരോ ഓരോ കോഴ്സ് ഓരോ മോഡ്യൂളിന് ഇതാക്കും. വലിയ കോഴ്സാണ്, 4 ദിവസത്തെ കോഴ്സ്. അതേപടി അതിൻ്റെ 4-1 പ്രൈസിനകത്ത് ഞാൻ അത് ഇട്ടേക്കുക. ഈ ഡോക്ടറുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഒരു സവിശേഷത നമ്മൾ മറ്റു ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ കോഴ്സുമായിട്ടുള്ള വ്യത്യാസം, ക്ലാസ്സുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അത്ഭുത പ്രവൃത്തികളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഉയർച്ച താഴ്ചകളോ ഞെട്ടിക്കലോ ഒന്നുമില്ല. ഇത് ഈ ശബ്ദത്തിൽ സ്കോളർ എന്ന നിലയ്ക്ക് കൃത്യമായി പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അവർക്ക് ചാകരയാണ്. ഒരു സംശയം വേണ്ട കാര്യം. ചാകര എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലേ അറിവിൻ്റെ ഒരു സാധനം കിടക്ക് തുറന്നു വിടും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എൻ്റെ മനസ്സിലൊരു സ്വപ്നമാണ്. ഒരു 10 സ്വപ്നം കാണുന്നത് ഞാൻ പറഞ്ഞ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു 10-200 ഏക്കർ എടുത്തിട്ട് അതിന് പല സ്ഥലത്തായിട്ടായിരിക്കും. ഇത് അടുത്തടുത്ത സ്ഥലങ്ങൾ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് 10-15 അടി ഉയരത്തിൽ ഒരു ചെയിൻ ലിങ്ക് ഫെൻസിങ് ചെയ്തിട്ട് നമ്മുടെ ചന്ദ്രൻ എന്നിട്ട് ചന്ദനം കൃഷി ചെയ്തിട്ട് അതിനകത്തൊരു 20 സെൻറ്റ് നിങ്ങളൊക്കെ വരണം കേട്ടോ. തീർച്ചയായും എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നെ കോട്ടേജുകൾ, പിന്നെ കമ്മ്യൂണിറ്റി ലീവിങ്, ഓഡിറ്റോറിയംസ്, എക്സ്പോ ഒക്കെ നടത്താനുള്ള സൗകര്യം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നെ ഈ കേരള ടൂറിസത്തിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ എക്സ്പോ പോലുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ കണക്കൂട്ടലനുസരിച്ച് എന്ന് പറഞ്ഞാൽ 1000 പേർക്ക് വന്ന് താമസിക്കാൻ പറ്റണം ഇതിനകത്ത്. 1000 പേർക്ക് വന്ന് താമസിച്ച് ഇപ്പോൾ റഷ്യൻ ഡോക്ടർമാരാണ് 1000 പേർക്ക് വന്ന് താമസിച്ചിട്ട് 2000 പേർക്ക് വന്ന് താമസിച്ചിട്ട് അവിടെ അതിന് ആ ഒറ്റതിൽ തന്നെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്നുണ്ട് അവിടെ എക്സ്പോ. അപ്പോൾ റെഗുലറായിട്ട് എക്സ്പോ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാം റവന്യൂ ആർക്ക് പോകണം? അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഇല്ല. അതിൻ്റെ എല്ലാ റവന്യൂ ഈ ഇൻവെസ്റ്റേഴ്സിന് പോകണം. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് പോയി അപ്പോൾ അങ്ങനെ അതെല്ലാം അവരുടെ ഇതിൽ വരണം. എന്നിട്ട് അവരുടെ അക്കൗണ്ടിൽ അവർ തിരിച്ചു പോരുന്നത് എപ്പോഴാണോ? തിരിച്ചു പോരുമ്പോഴത്തേക്ക് അവർക്ക് നെക്സ്റ്റ് മന്ത് മുതൽ ചികിത്സാ പദ്ധതി എല്ലാ സൗകര്യമായിട്ട് അവർക്ക് ഒന്നീ അതിനകത്ത് താമസിക്കാം, അല്ലെങ്കിൽ വേറെ വീടെടുത്ത് താമസിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും അതിനകത്ത് തന്നെ ഉൾപ്പെടാം. 1000 പേർക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ ഒരു 500 മുറിയെങ്കിലും വേണം. ഇല്ല, 1000 കോട്ടേജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 200 ഏക്കറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ 200 ഏക്കറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം 1000 കോട്ടേജുകളാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള ആർക്കിടെക്ട്സിനെയൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെ എടുത്ത് പരീക്ഷണമൊക്കെ നോക്കി. ഈ കോട്ടേജ് ഇപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് ജീവിതാവസാനത്തിൽ അല്ലെങ്കിൽ 80-85 വയസ്സിലൊന്ന് താമസിച്ചാൽ മതി. അതുവരെ ഇത് റെന്റിന് കൊടുക്കുക, അതായത് വേണം ചെയ്യാം. കൊടുത്തോണ്ടേയിരിക്കാം. അവർക്ക് മക്കളുടെ അടുത്തൊക്കെ പോകാം. പിന്നെ അവർക്ക് അതല്ല എനിക്ക് തീരെ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന സമയത്ത് ഇവിടെ വന്ന് താമസിക്കാം. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർ ബെഡ് റിഡൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ് ഹോസ്പിറ്റലായിട്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് വന്ന് ഇപ്പോൾ ഒരു മാസമൊക്കെ താമസിക്കാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ താമസിക്കുകയും ചെയ്യാം. ഒരു വർഷം മുഴുവൻ അവർക്ക് താമസിക്കാം. അവരുടെ നാളല്ലോ ബേസിക്കലി. കൊടുക്കാം. അല്ല വീട് പണിത് വെറുതെ അടച്ചിടണ്ട അല്ലേ? ആ ഒരു കൺസെപ്റ്റ് അല്ല വേണ്ടിട്ടാ. ഡേ 1 മുതൽ അവർക്ക് പുറത്ത് റെന്റിന് കൊടുക്കാം. ആ റെന്റ് ഈ ട്രസ്റ്റിന്റെ ചെലവ് ഇത് നടത്തിപ്പിൽ ട്രസ്റ്റ് വേണമല്ലോ. ആ ട്രസ്റ്റിന്റെ ചെലവ് കഴിഞ്ഞ പൈസ ഇവർക്ക് തന്നെ വരുന്നത്. പിന്നെ അവിടെ ഹോസ്പിറ്റൽ വേണം, എല്ലാ ജീവിത സൗകര്യവും, എല്ലാ പക്ഷിമൃഗാദികളും, അതുപോലെ വാട്ടർ ബോഡീസ് എല്ലാം തുടങ്ങി അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടൊരു സിറ്റി പോലെ അത് മുഴുവനും കോട്ടേജസ് ആണ് ഈ ഇതിലുണ്ടാക്കണം. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്യപ്പെടുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ടുള്ള പ്ലാനും പദ്ധതികളും വരുമാന മാർഗങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പലപ്പോഴും നടക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ എക്സിക്യൂഷൻ ആക്ഷൻ പ്ലാനോ ഒന്നും ഇവർക്കില്ല. ഈ പറഞ്ഞതിന് പിന്നിലുള്ള ഇന്റൻഷനും വേറെ പലപ്പോഴും അങ്ങനെയാണ്. അതെ, അല്ലേ? അല്ല ഇത് കേരളത്തിൽ മാത്രം നടക്കുന്നുള്ളൂ. ഇപ്പൊ കച്ചി ചെന്നാൽ കച്ചിന്റെ ഉത്സവം ഗ്ലോബൽ വില്ലേജ് ഉണ്ട് ദുബായി ചെന്ന് കഴിഞ്ഞാൽ അല്ലേ? അല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ടൂറിസം അല്ലെങ്കിൽ ഗവൺമെന്റ് ഉറപ്പായിട്ടും എനിക്ക് നമ്മുടെ റോബിൻ തിരുമല പോലുള്ള കുറച്ച് ശിഷ്യന്മാരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിയമം നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് സ്ഥലം എടുക്കുന്നതിൽ ഒരു കളിപ്പ് പറ്റില്ല. പിന്നെ പോലീസിന് 12 വർഷമായിട്ട് പഠിപ്പിച്ചാണ്. പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ല മാർഗ്ഗനിർദ്ദേശം വരത്തില്ല, അവിടെ പേടിക്കണ്ട. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ശിഷ്യകൾ തൊട്ട് കഴിഞ്ഞാൽ അതെല്ലാം വിജയ് സാറിന് ഒരു വിശ്വാസവും ഭയങ്കരമാണല്ലോ. ഒരു ശിഷ്യന്മാർക്കാണെങ്കിലും പുറത്തുള്ളവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ 1000 അവർ തന്നെയാണ് ഞാനതിൻ്റെ ഒരു ഗാർഡിയൻ പോലെ. അവർ തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് പഠിച്ച് അവർ തന്നെയാണ് മാനേജ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പ്ലാൻ പറയുകയും എക്സ്പേർട്ടിനെ കൊണ്ട് കൊടുക്കുകയും. ഇപ്പം കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ ഒരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. സോ അങ്ങനെ ഒരു കാര്യമാണല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആരും മുന്നോട്ട് വെച്ചിട്ട് പോലും ഇല്ല. അപ്പം ഇതൊരു സ്വപ്നത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ തോട്ട് ബിക്കം തിങ്സ്. നമ്മൾ എത്ര വലിയ ഉയരമുള്ള കെട്ടിടവും
അത് ആദ്യം ഒരു തോട്ടിലെ രൂപത്തിൽ 3 വിധ മുതലാണ് വരുന്നത്. അതായത് അതിസൂക്ഷ്മത്തിലാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. ഡോക്ടർ കലാം പറഞ്ഞ സ്വപ്നം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സ്വപ്ന ദശയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെവലെന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങാണ്. അതിന് സറ്റിൽ, മറ്റേ സറ്റിലസ്റ്റ്, സറ്റിൽ ആൻഡ് ഗ്രോസ്, അഥവാ അതിസൂക്ഷ്മം, സൂക്ഷ്മം, സ്ഥൂലം. അതെ. അപ്പം ഇപ്പം നമ്മൾ അതിസൂക്ഷ്മത്തിലാണ് നിൽക്കുന്നത്. അത് മാറ്റങ്ങളില്ലാതെ പെർഫെക്റ്റായി ഒരു ശില്പം പോലാണ്. മൈൻഡ് സ്കൾപ്ചർ എന്നാണ് ടെക്നിക്കലി പറയുക. ഒരു മാറ്റം ഇല്ലാത്ത രീതിയിൽ ആ ഉള്ളിൽ നടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകളും പ്ലാനിങ്ങും എല്ലാം കമ്പ്യൂട്ടറിലും മറ്റെല്ലാം പ്ലാനിങ്ങും ഡിസൈനും എല്ലാം തീരും. കഴിഞ്ഞ് പ്രോപ്പർട്ടിക്ക് വേണ്ടവരെല്ലാം കോൺടാക്ട് ചെയ്യുകയും മറ്റുമെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് ഇതിനകത്ത് വന്നു ചേരേണ്ടവരെല്ലാം ചേർന്ന് അവരുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, പൈസ ഒന്നും പോകാൻ പാടില്ലല്ലോ. വലിയ പണം കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ള സുരക്ഷിതത്വമൊക്കെ എല്ലാം ഉറപ്പുവരുത്തണം. ഇത് ഏത് രംഗത്തായാലും അല്ലേ? അല്ല, അത് ഇത് ഏത് രംഗത്താണ്. ഏത് രംഗം, അത് സാർ- പ്രൊഫഷണലായ ഉണ്ണിട്ടാ, സാറിന്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ 1000 പേർക്കുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ കൂടിയാണ്. അതെ അതെ അത് ആ രീതിയിലേക്ക് മാറാനായിട്ട് വലിയ താമസം ഉണ്ടാകാതെ അതങ്ങനെ അങ്ങനെ വന്നിട്ടേ പിന്നെ നടപ്പിലാക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ഫുൾ കൺട്രോൾ വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻസും മറ്റു പ്രൊഫഷണൽസും ഒക്കെ ഇരുന്ന് ഫുൾ കൺട്രോൾ, ലേഴ്സൊക്കെ ഇരുന്നുള്ള ഫുൾ കൺട്രോൾ വേണം. ഇല്ലെങ്കിൽ ഇത് പറ്റുന്നറിയോ, ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ട് കിട്ടുന്നത് മൾട്ടിപ്പിൾ കേസസ് ആയിരിക്കും. ഇത് നേരെ ചൊവ്വേ നടത്തിയില്ലെങ്കിൽ തുടങ്ങിയ ആരാണോ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ കേസസ് ആയിരിക്കും. കേസസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടത്തുമ്പോൾ അതിനകത്തും പ്രശ്നക്കാരെ വന്നു ചേരും. അപ്പോൾ അവരെ അപ്പം തന്നെ ഒഴിവാക്കാനുള്ള പ്രൊവിഷൻ അതിൽ വേണം. മുന്നേ കണ്ടു അവർ മുടക്കിയ പൈസയും കൊടുത്ത് അന്ന് തന്നെ അവരെ അതും അതിന് ലാഭം കൂടെ ഒരു കൊടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതെ ഫണ്ട് എന്ന് പറയുന്നത്. അതെ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം തകരാനുള്ള സാധ്യതകളൊന്നുമില്ല. ഈ ഇങ്ങനെ ബാങ്കൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്, കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്കൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് എങ്ങനെ, അതിന് ആ റൂളില്ലേ, ആ രീതിയിൽ തന്നെ അതായത് സിസ്റ്റമുണ്ട്. ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെതായ ബോഡി ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ഇപ്പോൾ നമുക്ക് പറ്റുന്നത് വെച്ചാൽ സുന്ദര സ്വപ്നങ്ങളുമായിട്ട് പുറത്തുള്ള ഓരോ കമ്പനികൾ വരും, ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് കാശ് കൊണ്ടിടും. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മുമ്പ് നടക്കാത്ത സ്വപ്നം എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേക്കറിൽ 40 കോടി വരെ കണക്ക് കൂട്ടിയ ഈൽഡ് വരാം. പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് നമുക്ക് അത്ര വേണ്ട, 10 കോടി കിട്ടിയാൽ മതി. കുറേ എണ്ണം പോവുമായിരിക്കും, കുറേ എണ്ണം അത് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. എങ്കിലും അത് പ്രോഫിറ്റബിളാ. ഭയങ്കര പ്രോഫിറ്റബിൾ. പിന്നെ എല്ലാ ദിവസവും വരുന്ന റെൻറ്റില്ലേ, ലാഭമില്ല. നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതാണല്ലോ മുഖ്യം. അതെ. അത് നമ്മുടെ പേരിൽ ആധാരം ചെയ്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് സുരക്ഷിതമല്ലേ. നമുക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇതിപ്പം പിന്നെ നമ്മളൊരു പ്രോജക്റ്റുകളെ സംബന്ധിച്ചാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞത്.